الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈർ ബറക്കത്തുകൾ പ്രദാനം ചെയ്യട്ടെ. പവിത്രമായ മുഹറമിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. അല്ലാഹു നമുക്കെല്ലാം വെള്ളിയാഴ്ചയുടെ പ്രത്യേകമായ ഗുണങ്ങളൊക്കെ നൽകുകയും ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തെ വേണ്ടതുപോലെ ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുകയും ചെയ്യട്ടെ. ഈ വർഷം മൺസൂൺ കാലവർഷം പതിവിലും നേരത്തെ വരികയും അത് സജീവമാവുകയും ചെയ്തു. ഞങ്ങൾ അവിടെയായിരുന്നപ്പോൾ ചില മെസ്സേജുകളൊക്കെ വന്നു, ഇവിടൊക്കെ നല്ല മഴയാണ്, ഭയങ്കര മഴയാണ്, പേടിപ്പെടുത്തുന്ന മഴയാണ് എന്നുള്ള മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു വെയിലത്തും നല്ല ചൂടിലുമാണ്. ഇവിടെ മഴ എന്ന് മാത്രമല്ല, മഴ പേടിപ്പെടുത്തുന്ന മഴയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം, സജീവമായി 4-5 ദിവസം തുടരെ തോരാതെ മഴ പെയ്യുമ്പോൾ നമുക്ക് പേടി തുടങ്ങുകയാണ്. എന്തൊക്കെ അനർത്ഥങ്ങളും അപകടങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഓർത്തിട്ടാണ്. മാത്രമല്ല, പോയ വർഷങ്ങളിൽ നമുക്ക് മതിയായ പാഠങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. നമ്മുടെ നാടുകളെ നടുക്കിയ കൊറോണയോടൊപ്പം വന്ന വലിയ ദുരന്തമായിരുന്നു പ്രളയം എന്നുള്ളത്. ആ പ്രളയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയമാണ്, അത്ര പ്രയാസവും ബുദ്ധിമുട്ടും. ഒരാഴ്ച തുടരെ മഴ പെയ്താൽ നമ്മളാകെ ഹലാക്കിലായി പോവുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഒരു പ്രളയ ചരിത്രം. അത് പക്ഷേ ഏതെങ്കിലും 4-5 ദിവസം മാത്രം നീണ്ടു നിന്ന പ്രളയമായിരുന്നില്ല. അതല്ലെങ്കിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന അങ്ങനെ അതുമല്ല, ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിന്നുള്ള ഒരു പ്രളയ കഥയെക്കുറിച്ച്, ലോക പ്രളയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രളയത്തെക്കുറിച്ചാണ്. അതിന് പറയുന്ന പേരാണ് തൂഫാൻ എന്ന് പറയുന്നത്. അത് പക്ഷേ അല്ലാഹു തആല പ്ലാൻ ചെയ്ത് നേരത്തെ നൂഹ് നബി അലൈഹിസ്സലാമിന് വിവരങ്ങൾ കൈമാറി നൂഹ് നബി തന്റെ ജനതയോടും ആ സന്ദേശം എത്തിച്ചു. രക്ഷപ്പെടാനും തന്റെ കൂടെ വിശ്വാസികളായി ഉറച്ചു നിൽക്കാനും ശക്തമായി മുന്നോട്ട് പോകാനും അവർക്ക് നിർദ്ദേശിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ, കണ്ടാൽ തോന്നും അനാവശ്യമാണ്, ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ അന്ന് കപ്പല് പണിയുകയുണ്ടായി. ആ കപ്പല് 3 തട്ടുകളായിട്ടാണ് പണിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ കപ്പല് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിലുള്ള വാഹനമാണല്ലോ കപ്പൽ. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞ് ഇതൊരു മണ്ടത്തരമാണെന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിനെ കളിയാക്കിയവരൊക്കെയുണ്ട്. മാത്രമല്ല, നൂഹ് നബിയോട് വൈരാഗ്യ ബുദ്ധിയ പെരുമാറിയവരുണ്ട്, മാനസികമായും മറ്റും വളരെ പ്രയാസപ്പെടുത്തിയവരുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശം കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം കപ്പല് പണിതു, 3 തട്ടുകളായിട്ടുള്ള കപ്പൽ. അങ്ങനെ അതാ വരുന്നു, അടയാളങ്ങളോടുകൂടി പ്രളയം അങ്ങോട്ട് ആരംഭിച്ചു. ഒരടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നു. വീടുകളിലെ അടുപ്പിൽ നിന്ന് സാധാരണ തീയാണ് ഉയരാറുള്ളതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അടുപ്പുകളിൽ നിന്ന് വെള്ളമാണ് പൊട്ടിയൊഴുകുന്നത്. എല്ലാ വീടുകളിലെയും അടുപ്പുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി അതോടുകൂടി തുടങ്ങുകയാണ് പ്രളയം. നിലയ്ക്കാത്ത പ്രവാഹം, ജലപ്രവാഹം. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം എല്ലാവരോടും അങ്ങോട്ട് കപ്പലിലേക്ക് കയറാൻ പറഞ്ഞു. രക്ഷപ്പെടണമെങ്കിൽ കപ്പലിൽ കയറിക്കോന്നോ. അങ്ങനെ ഏറ്റവും മുകളിലെ തട്ട് പക്ഷി പറവാദികൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചു. പക്ഷി വർഗങ്ങളൊക്കെ മേലോട്ട് പോകണം. നടുവിലെ തട്ടിലാണ് മനുഷ്യരെയൊക്കെ കയറ്റി നിർത്തിയത്. അടിയിലെ തട്ട്, ആ ഒരു 3ാമത്തെ തട്ടിലാണ് വന്യജീവികൾ, കരടിയും സിംഹവും അതുപോലെയുള്ള വന്യജീവികളുടെയൊക്കെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമായിരുന്നു താഴെ തട്ട്. ഇങ്ങനെ 3 തട്ടിലും സൃഷ്ടികൾ, മനുഷ്യരും മനുഷ്യേതര ജീവികളുമായി നിറഞ്ഞു നിൽക്കുന്ന കപ്പൽ. ആ കപ്പൽ കണ്ട് ചലിക്കാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ഖുർആൻ ആ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ്
കപ്പൽ ചലിക്കണം എന്ന നിയ്യത്തോടുകൂടി ബിസ്മി ചൊല്ലിയാൽ ആ കപ്പൽ ചലിക്കും. അതെവിടെയെങ്കിലും ഒന്ന് നിൽക്കണം എന്ന് തോന്നിയാൽ നിൽക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നിൽക്കുകയും ചെയ്യും. അതാണ് ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹ എന്ന് പറയുന്നു. അത് ലോകത്തൊട്ടാകെ ആ ജലപ്രളയം നിലനിന്നു എന്നാ പറയുന്നത്. ഒരു റജബ് മാസം 10-നാണ് നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയതെന്ന് അഭിപ്രായം പറയുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ റജബ് 1-ന് തന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാം കൂട്ടരും കപ്പലിലേക്ക് കയറുകയും നൂഹ് നബി അലൈഹിസ്സലാം റജബ് മാസം 1 മുതൽ അവസാനം വരെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു എന്നാ പറയുന്നത്. ആ കപ്പലിൽ ഇരുന്നിട്ട് നൂഹ് നബി നോമ്പ് പിടിച്ചു, 1 മാസം ഫുള്ളായിട്ട് നോമ്പ്. അങ്ങനെ ജലപ്രളയമായി. ചരിത്രമൊക്കെ നീണ്ടതാണ്, നമ്മളത് കൂടുതൽ പറയേണ്ടതില്ല. ഈ കപ്പൽ ഇങ്ങനെ ഒഴുകി നടന്നു. അള്ളാഹുവിന്റെ നിയന്ത്രണ പ്രകാരം പല ഭാഗത്തും ചുറ്റി. ഇന്ന് പവിത്രമായ കഅബാലയം നിലകൊള്ളുന്ന ആ സ്ഥലത്ത് ഈ പറയുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ വന്നു. പതിവിനെതിരായി എന്ന് പറഞ്ഞാൽ സാധാരണ കപ്പലിൽ അങ്ങനെ ഒരു സഞ്ചാരമില്ലല്ലോ. പക്ഷെ ആളുകൾ കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ നൂഹ് നബിയും കൂട്ടരും കയറിയ കപ്പല് യാന്ത്രികമായി കഅബ നിലകൊള്ളുന്ന സ്ഥലത്ത് 7 വട്ടം ഇങ്ങനെ കപ്പൽ വലയം ചെയ്തു. 7 വട്ടം കപ്പൽ വലയം ചെയ്തു. എന്നിട്ട് ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് യമൻ പ്രദേശത്തേക്ക് പോയി. പിന്നീട് രണ്ടാമത് തുർക്കിയിലേക്ക് എത്തി. ആ തുർക്കിയിലെ ജബൽ ജൂതി പർവ്വതം, ആ പർവ്വതം ഇത്തിരി ഉയരത്തിൽ നിൽക്കുകയാണ്. ആ പർവ്വതത്തിന് മുകളിലാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോയി നിന്നത്. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അത് എന്തായിരുന്നു അത്. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. സൂറത്ത് ഹൂദിന്റെ 44-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ ഉത്തരവുണ്ടായി. ഭൂമിയോട് പറഞ്ഞു, ഇബ്ലഈ മാഅക്കി, നീ നിന്റെ പുറത്ത് വന്നു നിൽക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വിഴുങ്ങ്, അതൊക്കെ പിടിച്ചിട്ടൊന്ന് പറ്റിയും. സാധാരണ മേലേന്ന് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം ഭൂമി കുടിച്ചു പോകുന്നത് കൊണ്ടോ ഒഴുകിപ്പോകുന്നത് കൊണ്ടോ ആണ് ഭൂമിയിലുള്ള വാസം പ്രയാസപ്പെടാത്തത്. അതേസമയത്ത് മേലെ നിന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴ്ന്നുള്ള വെള്ളം ഭൂമിയിലേക്ക് വലിയുന്നില്ല, ഒഴുകിപ്പോകുന്നില്ല. ഉള്ള അവസ്ഥകൾ ആലോചിച്ചു. അങ്ങനെ മാസങ്ങളോളം തുടർന്നു എന്നാ പറയുന്നത്. റജബ് മാസത്തിൽ കപ്പലിൽ കയറി റജബും ശഅബാനും റമദാനും ശവ്വാലും ദുൽഖഅദും ദുൽഹജ്ജും എത്തിയിരിക്കുകയാണ്. അതുവരെ പ്രളയം തന്നെ. ദുൽഹജ്ജ് മാസത്തിലാണ് പടച്ച റബ്ബ് ഉത്തരവിറക്കുന്നത്. യാ അർളു ബിൽഇ മാഅക്കി, ഭൂമിയോട് വെള്ളം ഉള്ളിലേക്ക് വലിക്കാൻ പറഞ്ഞു. വയാ സമാഉ അഖ്ലിഇ, മേഘത്തോട് പറഞ്ഞു, മേൽഭാഗത്തോട് പറഞ്ഞു, മഴ നിൽക്കട്ടെ, മഴ നിൽക്കട്ടെ, ഇനി വേണ്ട. അപ്പൊ മേലെ നിന്ന് മഴവർഷം നിന്നു, താഴെയുള്ള വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. വെള്ളമൊക്കെ വറ്റി. അള്ളാന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലായി. ആ പർവ്വതത്തിന്റെ പേര് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ നങ്കൂരമിട്ടു. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റൂല. മഴവെള്ളം വറ്റുമ്പോഴേക്കും പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്നായിട്ട് പൂണ്ടുപോകില്ല, ചെളിയിൽ കാണ്ടുപോകും. അപ്പൊ അത് ചെളി ഉണങ്ങാൻ വേണ്ടി പിന്നെയും കാത്തു. ദുൽഹജ്ജ് മാസത്തിൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ട ഈ കപ്പല്, പക്ഷെ കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമോ കൂട്ടരോ പുറത്തിറങ്ങിയില്ല. പിന്നെയും ഈ മണ്ണൊക്കെ നല്ലോണം വറ്റി പുറത്തിറങ്ങാൻ പരുവപ്പെടുന്നത് വരെ കാത്തുനിന്ന് ആ ദുൽഹജ്ജ് മാസം കഴിഞ്ഞിട്ടുള്ള പവിത്രമായ മുഹറമിന്റെ 10-ാമത്തെ നാളിൽ, മുഹറം 10-ന്റെ അന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമും കൂട്ടരും കപ്പലിൽ നിന്ന് വീണ്ടും ഭൂമിയിലേക്ക് വാസം ചെയ്യാൻ ഇറങ്ങി വരുന്നത്. അത് മുതലാണ് പിന്നെ വംശം പരക്കാൻ തുടങ്ങിയത്. മനുഷ്യരും മനുഷ്യേതര ജീവികളൊക്കെ പിന്നെ പരന്നൊഴുകാൻ തുടങ്ങിയത് പിന്നീടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിന് ശേഷമാണ്.
മുഹറം 10 കപ്പലിറങ്ങുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നോമ്പ് നോറ്റവരുണ്ടോ അവർ നോമ്പ് പൂർത്തിയാക്കട്ടെ, അഥവാ നോമ്പ് എടുത്തിട്ടില്ലേ എങ്കിൽ നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റ് ശുക്റായിട്ട് അല്ലാഹു 6 മാസക്കാലം ഈ പരീക്ഷണം നടത്തി ജലപ്രളയം കൊടുത്തു. കപ്പലിലുള്ളവരെ അങ്ങനെ തന്നെ സുരക്ഷിതരായി നിലനിർത്തി 6 മാസം പിന്നിട്ടു. നേരത്തെ കണക്ക് പറഞ്ഞ പ്രകാരം റജബ് 10 കപ്പലിൽ കയറി മുഹറം 10 പുറത്തിറങ്ങുമ്പോ 6 മാസം കൃത്യമാണ്. ആ 6 മാസം പൂർത്തിയാകുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോ അള്ളാഹുവിനെ നന്ദിയായി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം നോമ്പെടുത്തു എന്ന് മാത്രമല്ല, കൂടെയുള്ളവരോടൊക്കെ നോമ്പെടുക്കാൻ പറഞ്ഞു. മനുഷ്യരോട് മാത്രമല്ല, പറവാദികളോടും നോമ്പ് നോൽക്കാൻ, വന്യജീവികളോടും നോമ്പ് നോൽക്കാൻ അന്ന് പടച്ച റബ്ബിന് നന്ദിയായി മനുഷ്യരും കപ്പലിലുള്ള സർവ്വജീവികളും നോമ്പെടുത്തു. ഏത് നോമ്പ്? മുഹറം 10 നോമ്പ്. ആ പവിത്രമായ നോമ്പാണ് മുഹറത്തിന്റെ. അപ്പൊ ചരിത്രങ്ങൾ ഒരുപാട് മുഹറം 10 ബന്ധപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞ ചരിത്രത്തിൽ ഇന്നലെ നമ്മളൊരു ചരിത്രം പറഞ്ഞു. ഇന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം ഇതും മുഹറം 10 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരും മുഹറം 10 നോമ്പെടുത്തിട്ടുണ്ട്. ആ മുഹറം 10 നമ്മിലേക്ക് വരികയാണ്. റബ്ബ് നമുക്കൊക്കെ വേണ്ടതുപോലെ നോമ്പെടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനും തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ധാരാളം അംബിയാ മുർസലീങ്ങളുമായി ബന്ധപ്പെട്ട പവിത്രമായ മാസം, അതിന്റെ ബറക്കത്തുകൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആ അമ്പിയാക്കളോടൊപ്പം നല്ലവരായ മനുഷ്യരോടൊപ്പം അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചേർത്തു നിർത്തി നമ്മളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.